ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഒരു കറന്റ് എനർജി, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവല് അത് എത്രത്തോളമാണ്, അതുപോലെ നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ മൈൻഡിൽ എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്, അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയിൽ നിന്ന് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, സ്പിരിച്വലി ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കാം ഈ ഒരു സമയത്ത്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയിൽ നിന്ന് ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാവുന്നതാണ്, ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, ക്ലോസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, മാച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മാച്ച് ആയിട്ട് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ പോസിറ്റീവായ കാര്യങ്ങളെ കമന്റ് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്കൊരു നല്ല ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത്, ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക, ഒന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ നിങ്ങൾ ഇത് കാണാനിരിക്കുക. മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുള്ള ഒരു സമയമായിരിക്കാം ഒരു പക്ഷേ നിങ്ങളിൽ പലരുടെയും ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ. അങ്ങനെയുള്ള ഒരു സമയമാണ് എങ്കിൽ പോലും കുറച്ച് സമയത്തേക്ക് നിങ്ങൾ വളരെയധികം പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അട്രാക്റ്റ് ആവുകയുള്ളൂ എന്ന ഒരു തിങ്കോട് കൂടി തന്നെ ഈ ഒരു റീഡിംഗ് നിങ്ങൾ കാണുക. ഈ ഒരു റീഡിംഗ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് കാണുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തേക്കുക. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എയ്റ്റ് ഓഫ് പെന്റക്കിൾസ് ആണ് ആദ്യമേ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു സമയത്ത് ഫിനാൻഷ്യലി ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ മുന്നിലേക്ക് ഒരുപാട് അവസരങ്ങൾ വന്നു നിൽക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു വലിയ ട്രാജഡി നിങ്ങൾ നേരിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മുന്നിൽ വരുന്ന കാര്യങ്ങളിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ആണ്. വളരെയധികം ഒരു ഭയം നിങ്ങളെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓരോ അവസരങ്ങളും വരുമ്പോഴും എന്ത് തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ആരോട് മിണ്ടണം, എല്ലാ കാര്യത്തിലും ഒരു കൺഫ്യൂഷൻ. ആ ഒരു ലെവലിൽ നിൽക്കുന്ന വ്യക്തികളായിട്ടാണ് ആദ്യമേ തന്നെ നിങ്ങളിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു വെളിച്ചം തേടിയുള്ള യാത്ര, ആ ഒരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ജീവിതത്തിലെ എല്ലാ രീതിക്കും ഒരു വെളിച്ചം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വെളിച്ചം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വെളിച്ചമാണുള്ളത്. ആ ഒരു ലെവലിൽ നിന്നിട്ടും നിങ്ങൾ ഒരു കയറ്റമിറക്കം ആ ഒരു രീതിയിൽ പോകുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത്. ഒരു സമയത്ത് നിങ്ങളൊന്ന് നല്ല രീതിയിലേക്ക് വരും, പക്ഷെ പെട്ടെന്ന് തന്നെ ഡൗൺ ആകും. കൂടുതലും നിങ്ങൾക്കൊരു പുതു വെളിച്ചത്തിലേക്ക്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു വെളിച്ചത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല. ആ ഒരു യാത്രയിലാണ് നിങ്ങൾ. ജീവിതത്തിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്താനുള്ള ഒരു യാത്ര, ആ ഒരു യാത്രയിൽ അകപ്പെട്ട് മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളുടെ എനർജിയാണ് എനിക്കിവിടെ കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന കാർഡിൽ ആദ്യമേ തന്നെ നമുക്ക് കാണുന്നത് ഈ ഒരു എനർജി ആണ് എങ്കിൽ പോലും നിങ്ങൾക്ക് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഒരു പൂർണ്ണ ചന്ദ്രനും അതിലൊരു സ്റ്റാറുമാണ്. ഹോപ്പ് ഉണ്ട് എന്നാണ് കാണിച്ചിരിക്കുന്നത്. പ്രതീക്ഷയോടുകൂടി തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഹോപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഈ ഒരു ആദ്യത്തെ കാർഡിൽ തന്നെ കാണിക്കുന്നുണ്ട്. നമുക്ക് ബാക്കി കാർഡുകൾ കൂടി എടുത്തിട്ട് ഓരോ സ്പ്രെഡ് ആയിട്ട് പറയാം. The Wheel of Fortune,
Ace of Cups, Justice, Seven of Cups, Nine of Pentacles, Ten of Cups, the High Priestess, Five of Swords, King of Cups, Queen of Cups, Three of Pentacles, Nine of Swords, Page of Pentacles, the Star card, Hierophant, Nine of Wands, Judgment, King of Wands, the Lovers, Six of Swords. ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ്. അപ്പോൾ നമുക്കിവിടെ ആദ്യമേ തന്നെ വന്നിരിക്കുന്ന എനർജിയിൽ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു വെളിച്ചം തേടിയിട്ട് ഉള്ള ഒരു യാത്രയിലാണ് നിങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഹോപ്പ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് വേദനയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണിത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു വേദനയുടെ കാര്യത്തിൽ ഒരു സന്തോഷം സംഭവിക്കാനായിട്ട് പോകുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു റീഡിങ്ങിന്റെ തുടക്കത്തിലേ തന്നെ നിങ്ങളുടെ ഒരു വേദനയ്ക്കായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു തലോടൽ, ഒരു ദൈവികമായിട്ടുള്ള നിങ്ങൾ ആ വിശ്വസിക്കുന്ന ആ ഒരു ദൈവികമായിട്ടുള്ള ഒരു എനർജിയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളോട് ഈ ഒരു യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്, ആദ്യമേ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് തണുപ്പേകുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം നിങ്ങളുടെ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു എനർജി ലെവലിൽ നിങ്ങൾ വളരെയധികം ഒരു ലോ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. നമുക്കിവിടെ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും, ഒത്തിരി നിങ്ങളൊരു വേദനയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നു, ഒരുപാട് ചിന്തിക്കുന്നു, ഒരു ഉയർച്ച വേണം, ഒരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നു. നമുക്കിവിടെ വന്നിരിക്കുന്ന എനർജിയിലെ പെന്റക്കിൾ എനർജി, നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തികളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയിൽ നിന്നിട്ട് ഒരു നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, ഇതിൽ കൂടുതൽ എന്ത് കാര്യങ്ങളാണ് അല്ലേ കാണാനുള്ളത്. അപ്പൊ നമുക്കിവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജിയിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾക്കൊരു നീതി ലഭിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു സന്തോഷകരമായ അവസരം കടന്നു വരാനായിട്ട് പോകുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഒരുപാട് വേദനകളിലൂടെ നിങ്ങൾ ഇത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് വന്ന വ്യക്തികൾ ആയതുകൊണ്ട് തന്നെ
നിങ്ങളുടെ ഒരു കറക്റ്റ് ഒരു ഡിവൈൻ ടൈം ആകുമ്പോൾ മാത്രമേ തീർച്ചയായിട്ടും ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എത്താനുള്ള സാധ്യതകളുള്ളൂ. ഒരുപക്ഷേ ഈ ഒരു റീഡിംഗ് ഓപ്പൺ ചെയ്യുന്ന വ്യക്തികൾക്ക് കുറച്ച് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തിട്ട് പോയിട്ടുണ്ടാകാം. അങ്ങനെയുള്ള വ്യക്തികൾക്ക് മേ ബി ഈ ഒരു റീഡിംഗ് അവർക്ക് കാണാനുള്ളൊരു എന്താ പറയുക ഒരു ടൈം ആയിട്ടുണ്ടാവുകയില്ല. അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ആദ്യമേ തന്നെ പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു മാറ്റങ്ങൾ കൈവരാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ ഒരു സ്നേഹത്തിന്റെ കാര്യത്തിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്നേഹം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അതൊരു പുതിയ സ്നേഹമായിരിക്കാം ഒരുപക്ഷെ. നിങ്ങളൊരു റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒക്കെ ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഒരു സ്നേഹം കടന്നു വരാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകാം, ആഗ്രഹിക്കാത്ത ആളുകളുണ്ടാകാം. എന്തായാലും ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്ന ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ വേദനയ്ക്ക് ഉള്ള പരിഹാരമായിട്ട് യൂണിവേഴ്സ് തരുന്ന ജസ്റ്റിസ് ആണ്. കാരണം സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം അർഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. നിങ്ങൾ ഇത്രത്തോളം വേദനയിലൂടെ കടന്നു പോകേണ്ട ഒരു വ്യക്തികളല്ല എന്നാ കാണിച്ചിരിക്കുന്നത്. 7 ഓഫ് കപ്സ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് നമുക്കിവിടെ കണ്ടപ്പോഴേ പറഞ്ഞു, 8 ഓഫ് പെന്റക്കിൾസ് വന്നപ്പോഴേ നമ്മൾ പറഞ്ഞു ഒരുപാട് അവസരങ്ങൾ മുന്നിൽ വരുന്നുണ്ടെങ്കിലും ഏത് രീതിയിലേക്ക് തിരിയണം എന്നുള്ളൊരു ടെൻഷനിലാണ് നിങ്ങൾ. കാരണം ഇതാണ് നിങ്ങളുടെ പാസ്റ്റ്. നിങ്ങളുടെ നേരത്തെ പാസ്റ്റിൽ നിങ്ങൾ എടുത്ത ആ ഒരു തെരഞ്ഞെടുത്ത ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളെ ഒരു പാമ്പ് പോലെ തിരിഞ്ഞു കൊത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങളുടെ തീരുമാനങ്ങൾ പല സ്ഥലത്ത് നിങ്ങൾക്ക് പാളി പോയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ വേദനിക്കുന്നത്. പെട്ടെന്നൊരു തീരുമാനം എടുത്ത് ഈ ഒരു ഏണിയിലൂടെ മുകളിലേക്ക് കയറി പോയി എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു ഏണിയിലൂടെ താഴത്തേക്ക് ഇറങ്ങി പോരുക ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു എന്താ പറയാ സ്നേക്ക് ആൻഡ് ലാഡർ പോലെ. നമ്മൾ ലാഡർ വഴി കയറും സ്നേക്കിലൂടെ ഇറങ്ങി പോരുക എന്ന് പറയുന്നത് പോലെയായിരുന്നു നിങ്ങളുടെ അവസ്ഥ. നിങ്ങൾ പെട്ടെന്ന് ഒരു ഇത് കണ്ടപ്പോഴേക്കും ആരുടെയോ ഒരു സ്നേഹത്തിന്റെ മുന്നിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ കാര്യത്തിൽ പെട്ടെന്ന് കാശ് ഉണ്ടാക്കാം എന്നൊരു കാര്യത്തിലായാലും പെട്ടെന്ന് ചാടി കയറി നിങ്ങൾ അതിലേക്ക് പോയി. പക്ഷെ പാമ്പ് വിഴുങ്ങുന്നത് പോലെ പെട്ടെന്നാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ അടി വന്നിട്ട് നിങ്ങൾ ഇത്രത്തോളം ഒരു വേദനയിലേക്ക് വന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് വന്നവരുണ്ട്. ഇഷ്ടപ്പെട്ട വ്യക്തിയിൽ നിന്നുള്ള ഒരു എന്താ പറയാ ഒരു അകൽച്ച വന്ന് നിൽക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലും നിങ്ങൾ ഇപ്പോൾ ഒരുപാട് വേദനയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു തെരഞ്ഞെടുത്തതിൽ നിങ്ങൾ തെറ്റ് പറ്റിയത് കൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് യഥാർത്ഥമായ സംഭവങ്ങൾ കടന്നു വരുന്നുണ്ട് എങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ ഒരു പേടിയാണ്, ഭയം നിൽക്കുകയാണ് മനസ്സിൽ. നിങ്ങൾ ഒരുപാട് മനസ്സിലിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രം ഒരു തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം അത് നിങ്ങളുടെ സിറ്റുവേഷൻ കൊണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് ഉണ്ടായ ഒരു അനുഭവം തന്നെയാണ് നിങ്ങളെ ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. കാരണം അത്രത്തോളം വേദന സഹിച്ചത് നിങ്ങളാണ്. മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയത്ത് എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, അത് ചെയ്തുകൂടെ, ഇത് ചെയ്തുകൂടെ, നിനക്ക് അതിന് പോകാമല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമല്ലോ. പക്ഷെ ആ അനുഭവിച്ച വേദന നിങ്ങളായതുകൊണ്ട് നിങ്ങൾക്കേ അതിന്റെ ഒരു ഡെപ്ത് അറിയുകയുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിൽ ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരു തിരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം സെലക്ട് ചെയ്യാനായിട്ട് കുറച്ചധികം ടൈം എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ ഈ ഒരു സമയത്ത് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്നുള്ള ചിന്ത. അത് നിങ്ങളുടെ അനുഭവം കൊണ്ടിട്ടാണ്. അതിൽ നിങ്ങൾ ഒരുപാട് ഡെസ്പ് ആവേണ്ട ആവശ്യമില്ല, ഡൗൺ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ആണെന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കുക. അതിലൊന്നും ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ നന്നായിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രം മുന്നോട്ടേക്ക് ഇറങ്ങിയാൽ മതി. കാരണം നിങ്ങൾ ഇനി മുന്നിട്ടിറങ്ങുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാൻ പോകുന്നത് നിങ്ങൾ ആ വിശ്വസിക്കുന്ന ഒരു ദൈവിക ശക്തിയുടെ എനർജി ലെവലും കൂടെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു തിരഞ്ഞെടുപ്പിൽ കറക്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾ പോകുന്നത്. അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സന്തോഷമാണ്. അതിലൂടെ നിങ്ങൾക്കൊരു നീതിയാണ് ലഭിക്കാനായിട്ട് പോകുന്നത് എന്നാണ് യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങളോട് ആദ്യമേ തന്നെ പറയാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ വന്നിരിക്കുന്നത് അടുത്തത് 9 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 10 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഗ്രോത്ത് സംഭവിക്കാനായിട്ട് പോവുകയാണ്. അത് നിങ്ങൾക്കൊരു ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കൊരു ജോലി ലഭിക്കാൻ പോവുകയാണ്. ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബിസിനസ്സിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയമാണെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു ഗ്രോത്ത് വരാനായിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ കേസ് സംബന്ധമായിട്ട് കോടതി സംബന്ധമായിട്ട് എന്തെങ്കിലും രീതിയിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു കേസ് നടക്കുന്ന അവസരമാണ് ഇത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു വിജയം ഉണ്ടാകാനായിട്ട് പോവുകയാണ്. കാരണം നമുക്കിവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നീതിപൂർവമായ നിങ്ങൾക്ക് അർഹമായ രീതിയിൽ നിങ്ങൾക്കൊരു വിജയം ആ ഒരു കേസ് സംബന്ധമായിട്ട് ഉണ്ടാകാനായിട്ട് പോകുന്നു എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും വരാനിരിക്കുന്നത് ഒരുപാട് സന്തോഷകരമായ ദിനങ്ങളാണ്. അതുപോലെ തന്നെ 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒരു കുടുംബജീവിതത്തിന്റെ കാര്യത്തിൽ നീതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ 10 ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അച്ഛൻ, അമ്മ, 2 കുട്ടികൾ അടങ്ങുന്ന ഒരു കുടുംബമാണിത്.
വൈകാരികമായിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ ഒരു കുടുംബം നിങ്ങളുടെ കൈവിട്ട് പോയി എന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, ഒരു ഡിവോഴ്സ് പോലെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ, ആ ഒരു കാര്യത്തിലും പോലും നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ കൈവിട്ട് പോയി എന്ന് നിങ്ങൾ കരുതുന്ന ആ ഒരു ബന്ധത്തിൽ പോലും ഡിവൈൻ്റെ ഇടപെടൽ മൂലം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു മിറാക്കിൾ സംഭവിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവിക ശക്തിയുടെ എനർജി കൊണ്ട് തന്നെയാണ്. കാരണം നിങ്ങൾ ഒരു പക്ഷേ പ്രാർത്ഥിക്കുന്നത് ആ ഒരു രീതിയിലായിരിക്കാം. നിങ്ങളുടെ ലൈഫിലേക്ക് ഹാപ്പിനെസ് വരണം, ഈ ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളിൽ നിന്ന് അകന്നു പോകരുത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് അർഹമായിട്ടുള്ള ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കണം, ഇങ്ങനെ ഒരുപാട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. കുറച്ച് നാളുകളായിട്ടേ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അത്രത്തോളം പ്രാർത്ഥിക്കുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെയായിരിക്കാം ഈ ഒരു സമയത്ത് നീതി ദേവത നിങ്ങളുടെ മുന്നിൽ ഇത്രയും നാൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരുന്നു എങ്കിൽ നമുക്കിവിടെ കാണാം, നിങ്ങളെ നോക്കിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്, നിങ്ങളിലേക്ക് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു നീതി ദേവത നിങ്ങളുടെ മുന്നിലേക്ക് കണ്ണ് തുറക്കുകയാണ്. നിങ്ങൾക്ക് അർഹമായിട്ടുള്ള ഒരു നീതി നിങ്ങൾക്ക് നൽകാനായിട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു നീതിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണിത് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഹൈ പ്രീസ്റ്റസ് ആണ്, നിങ്ങൾ ഒരുപാട് ഡിവൈൻ ആയിട്ട് ഈ ഒരു സമയത്ത് കണക്റ്റഡ് ആയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവിധ എനർജി, എന്താ പറയാ, നിങ്ങളുടെ ആ ഒരു ലോ എനർജീസ് എല്ലാം തന്നെ നിങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത് പുറത്തു നിന്നുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ്, ഫാമിലി എന്നതിനേക്കാൾ ഉപരി നിങ്ങൾ ഇതെല്ലാം ഷെയർ ചെയ്യുന്നത് ഈ ഒരു യൂണിവേഴ്സിനോടാണ്. അതായത് നിങ്ങൾ ആ വിശ്വസിക്കുന്ന ഒരു ദേവതാ ചൈതന്യത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ടൈമിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഷെയർ ചെയ്യുന്നത്. പലപ്പോഴും നിങ്ങൾ ഈ ഒരു ദൈവിക ശക്തിയോട് സംസാരിക്കാറുണ്ടായിരിക്കാം, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ, എന്താണ് എനിക്കൊരു നല്ല തീരുമാനം ഇതുവരെ എത്തിക്കാത്തത്, ഇത്രത്തോളം വേദനയിലൂടെ ഞാൻ കടന്നുപോയ വ്യക്തികളല്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും. നമുക്കിവിടെ ശ്രദ്ധിച്ചു നോക്കിയാലായിട്ട് കാണാനായിട്ട് സാധിക്കും, ഈ ഒരു കണ്ണടച്ചിരിക്കുന്ന രൂപത്തിൽ നമുക്ക് മുകളിൽ കാണാം കണ്ണ് തുറന്നിരിക്കുന്നത്. കണ്ണിന്റെ ചെറിയൊരു തുറന്ന കണ്ണിന്റെ ഷെയ്ഡ് നമുക്ക് കാണാം. അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും ഈ ഒരു ശക്തി കേൾക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. കാരണം നിങ്ങളുടേതായ ഒരു ഡിവൈൻ ടൈം നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കത് അനുഭവയോഗ്യമാകുന്നത്. നിങ്ങളുടെ ഒരു ടൈം ഇപ്പോഴായിരിക്കാം വന്നു തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ പോലും നിങ്ങളുടെ മുന്നിലേക്ക് ഒരുപക്ഷെ എത്തിയിരിക്കുന്നത്. ഓക്കെ, കാരണം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അത്രത്തോളം ഒരു വേദനയിലൂടെ അല്ലെങ്കിൽ ഒരു സ്ട്രഗിളിങ്ങിലൂടെ ഒരു നെഞ്ച് നീറുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മാറ്റങ്ങൾ തീർച്ചയായിട്ടും കടന്നു വരും. 5 of swords ആണ്. ഒരുപാട് ചിന്തിക്കുന്ന വ്യക്തികളായിട്ട് നിങ്ങളെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തികൾ, നിസ്സാര ചിന്തയല്ല, നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യാറുണ്ട് ഓരോ കാര്യങ്ങളെയും. ആവശ്യമായും അനാവശ്യമായിട്ടും ചിന്തിക്കുന്ന വ്യക്തികളായിട്ടാണ് നിങ്ങളെ ഇവിടെ കാണുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് കാണുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആകുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ക്യാരക്ടറുമായിട്ട് മാച്ചിങ് ആണോ എന്നുള്ളതെല്ലാം നിങ്ങൾ നോക്കുക. അതുപോലെ നിങ്ങളുടെ സിറ്റുവേഷൻസ്, നിങ്ങളുടെ എനർജി ലെവൽ ഇതൊക്കെ ആയിട്ട് മാച്ചിങ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ എനിക്ക് വന്നിരിക്കുന്ന അനുസരിച്ച് നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന വ്യക്തികളാണ്. അത് നേരത്തെ നിങ്ങൾ ഒരുപാട് കൂടുതലായിരുന്നു. നിങ്ങളുടെ നേരത്തെ ഒരു ലൈഫിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ചിന്തിക്കുന്ന വ്യക്തികൾ ചിന്തിച്ചിരുന്ന് വിഷമിക്കുക, വേദനിക്കുക, നിങ്ങളുടെ ചിന്തകളുടെ ഭാഗമായിട്ട് പോലും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് നടന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഓവറായിട്ട് ഓവർ തിങ്ക് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളിൽ പോയി അബദ്ധങ്ങളിൽ പോയി ചാടുക. ഒരുപാട് ഓവർ തിങ്ക് ചെയ്തിട്ടാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെന്നുണ്ടെങ്കിലും നല്ല തീരുമാനമല്ല നിങ്ങൾ നേരത്തെ എടുത്തിരുന്നത്. നിങ്ങളുടെ ഓവർ തിങ്ക് ചെയ്യുന്നതിലൂടെ വരുന്ന ആ ഒരു ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മൈൻഡിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞിരുന്നത്. അങ്ങനെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ ചിന്തിച്ചിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ നിങ്ങളുടെ മുന്നിൽ കുറേ ഓപ്ഷൻസ് വരും. അതിൽ ഏതെങ്കിലും നിങ്ങൾ തിരഞ്ഞെടുക്കും, നിങ്ങൾ പോയി കുഴിയിൽ ചാടും. അതായിരുന്നു നിങ്ങളുടെ അവസ്ഥ. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കിങ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾ ഒരുപാട് മെഡിറ്റേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു ടൈമിൽ. നിങ്ങളുടെ മനസ്സിനെ ഒന്ന് കൂൾ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് എന്താ പറയുക ദൈവികമായിട്ടുള്ള വീഡിയോസ് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് മെഡിറ്റേഷൻസ്, യോഗ, പ്രാർത്ഥന, മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ മാനിഫെസ്റ്റേഷൻ ഇതൊക്കെ ചെയ്യുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. വൈകാരികമായിട്ടുള്ള ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് നിറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊരു പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുകയായിട്ടാണ് കാണുന്നത്. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഈ ഒരു വ്യക്തിയുടെ കഴുത്തിൽ ഒരു ഫിഷിന്റെ ലോക്കറ്റ് കിടക്കുന്നത്. നിങ്ങളുടെ ഒരു പരിവർത്തന സ്റ്റേജ് ആണത്. നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷെ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ ചിന്തിച്ചു നോക്കാം. നിങ്ങളുടെ ഒരു പഴയ നിങ്ങളെയും ഇപ്പോഴത്തെ നിങ്ങളെയും വെച്ച് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഇതായിരുന്നു നിങ്ങളുടെ നേരത്തെ അവസ്ഥ. ഓവർ തിങ്ക് ചെയ്ത് സ്വയം വിഷമിച്ച് ഓരോ കുഴിയിൽ പോയി ചാടുന്ന അവസ്ഥ. പക്ഷെ ഇപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ ബുദ്ധിപൂർവ്വം, ബോധപൂർവ്വം നിങ്ങളുടെ ഉപബോധ മനസ്സാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത്.
ആ ഒരു ഉപബോധ മനസ്സിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഓരോ കാര്യങ്ങളും ചിന്തിച്ച് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ഒരു പ്രശ്നം ചെറുതായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പേടിയുള്ളതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ സിറ്റുവേഷൻ കൊണ്ടാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് നല്ല രീതിക്ക് ചിന്തിച്ച് തീരുമാനമെടുക്കുന്ന വ്യക്തികളായിട്ട് മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാ രീതിയിലും ചിന്തിക്കുന്ന വ്യക്തികളായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. നമുക്കിവിടെ കാണാം കിങ് ഓഫ് കപ്സും ക്യൂൻ ഓഫ് കപ്സും. മെയിൽ എനർജിയും ഫീമെയിൽ എനർജിയും കിട്ടിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു വ്യൂ ഓഫ് പോയിന്റിൽ നിന്നിട്ടും അതുപോലെ തന്നെ മറ്റൊരാളുടെ വ്യൂ ഓഫ് പോയിന്റിൽ നിന്നിട്ടും നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതായത് രണ്ട് തലങ്ങളിൽ നിന്നിട്ട് ചിന്തിക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് പഠിച്ചിരിക്കുന്നു എന്നാ കാണിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളിൽ പലർക്കും ആ ഒരു ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു തോട്ട്സ് ഈ ഒരു റിയലൈസേഷൻ വന്നിട്ടുണ്ടാവുകയില്ല. ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോഴായിരിക്കും നിങ്ങൾ തന്നെ ചിന്തിക്കുന്നത് ശരിയാണല്ലോ ഞാൻ ഇപ്പൊ അങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ എന്നൊരു എനർജി. അതുപോലെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, ഇതിൽ നിന്നെല്ലാം തന്നെ പാഠങ്ങൾ ഉൾക്കൊണ്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. ഇതെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിനകത്ത് കാണുന്ന കാര്യങ്ങളിൽ പോസിറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു പൊട്ടക്കിണറ്റിൽ വീഴുന്ന തവള എന്നുള്ള രീതിയിലാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഓരോ കുഴിയിൽ പോയി ചാടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ മെഡിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങളുടെ ചക്രാസ് എല്ലാം തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഓവർ തിങ്ക് ചെയ്യുന്ന ആ ഒരു രീതിയിൽ നിന്ന് നിങ്ങൾ മാറിയിട്ട് ഇപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിയണം. അപ്പോൾ ഈ ഒരു വീഡിയോസ് കൂടുതൽ റെസൊനേറ്റ് ആകുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കി തുടങ്ങിയ വ്യക്തികൾക്കായിരിക്കാം. ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ക്ലാരിറ്റി കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികളിൽ നിന്ന് ആളുകളിൽ നിന്നെല്ലാം കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ ശേഖരിക്കുന്നത്. നിങ്ങളായിട്ട് പോയിട്ട് അവരുടെ കാര്യങ്ങൾ അവരുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നു എന്നല്ല ഞാൻ മീൻ ചെയ്തത്. ഓരോരുത്തരുടെ ലൈഫിലും ഓരോരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരിൽ നിന്നും നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട് എന്നൊരു തിരിച്ചറിവ് നിങ്ങളിൽ വന്നിട്ടുണ്ട്. ആ ഒരു തിരിച്ചറിവുകളെല്ലാം നിങ്ങളിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ജീവിതം. നല്ലതും ചീത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു റിയലൈസേഷൻ വന്നത് അപ്പോഴാണ്. ഇങ്ങനെയൊക്കെ ആയിരുന്നു ജീവിതം. ഇതുവരെ എടുത്ത തീരുമാനങ്ങളൊന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എടുക്കേണ്ടിയിരുന്നത്. കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ട് ചിന്തിക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ട് ബിഹേവ് ചെയ്യേണ്ടതായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും. അബദ്ധങ്ങളിൽ പോയി ചാടാൻ പാടില്ലായിരുന്നു. ആ ഒരു ചിന്തകളൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ചിന്തകളുടെ ഭാഗമായിട്ട് മാത്രവുമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ ഒരു വേദനകൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നിന്നും ദൈവികമായ എനർജിയിൽ നിന്നും മെഡിറ്റേഷൻസിൽ നിന്ന് ഇതിൽ നിന്നെല്ലാം നിങ്ങൾ ഉൾക്കൊണ്ട ആ ഒരു ഊർജം എല്ലാം നിങ്ങളിലേക്ക് പ്രവേശിച്ചപ്പോൾ നിങ്ങളിൽ നിന്നുള്ള ആ ഒരു നെഗറ്റീവ് എനർജീസ് എല്ലാം തന്നെ അകന്നു പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാം. നിങ്ങൾ പൊട്ടി എന്താ പറയാ നിങ്ങളുടെ മനസ്സ് തുറന്ന് നിങ്ങൾ ഉറക്കെ കരയുന്ന ഒരു സമയമൊക്കെ പല ദിവസങ്ങളിൽ ഉണ്ടാകാറുള്ളതായിട്ടാണ് കാണുന്നത്. കരഞ്ഞു തീർക്കുമ്പോഴായിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ ഉള്ളം തെളിയുന്നത്. അങ്ങനെ ആ ഒരു ഉള്ളം തെളിയുന്നതിന്റെ മീനിങ് എന്ന് പറയുന്നത് നിങ്ങൾക്കായിട്ട് ഡിവൈൻ തന്നിരിക്കുന്ന നിങ്ങളുടെ ആ ഒരു ദൈവിക ശക്തിയിൽ നിന്നുള്ള നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് ആണ് ഈ കരയാനുള്ള കഴിവ് പോലും. എന്ന് വെച്ച് എന്നും കരഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ല പറയുന്നത്. നിങ്ങൾ അങ്ങനെ കരയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവ് തോട്ട്സ് എല്ലാം ഈ ഒരു സമയത്ത് റിമൂവ് ആകുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണത്. അങ്ങനെ നിങ്ങൾക്കൊരു വ്യത്യസ്തത കൈവന്ന് കഴിയുമ്പോഴാണ് നിങ്ങൾക്കൊരു ഫോക്കസ് വരുന്നത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ എത്തുന്നത്. ആ ഒരു ക്ലാരിറ്റി നിങ്ങളിലേക്ക് എത്തുമ്പോഴാണ് നിങ്ങൾക്കൊരു നിങ്ങളുടെ ഒരു ലൈഫ് പർപ്പസിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു ലൈഫ് പർപ്പസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു രീതിയിലായിരുന്നിരിക്കണം. നിങ്ങൾ ഒട്ടും മെച്യൂർഡ് ആയിട്ടുള്ള ഒരു വ്യക്തികളല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകേണ്ട ഒരു വ്യക്തികളാണ്. നിങ്ങൾ അനുഭവിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾ അനുഭവിച്ചിപ്പോൾ ഏകദേശം ഒരു 90% ആയി നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. പക്ഷെ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഒരു മോശമായ സമയങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത നമുക്കിവിടെ കാണുന്നില്ല. നിങ്ങൾ അങ്ങനെ അനുഭവിക്കേണ്ട ഒരു വിഷമങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ച് തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത് എന്നാണ് ഈ ഒരു യൂണിവേഴ്സ് നമുക്കിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്.
ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഒരുപാട് സന്തോഷ അവസരങ്ങളാണ്. ഒരു സ്നേഹബന്ധം, പുതിയതായിട്ട് സ്നേഹം ആഗ്രഹിച്ചു നിൽക്കുന്നവർക്ക് ഒരു സ്നേഹബന്ധം, അതുപോലെ നിങ്ങളുടെ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ നഷ്ടപ്പെട്ട ആ ഒരു കുടുംബ ജീവിതം, അതുപോലെ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഗ്രോത്തിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു കരിയർ ഗ്രോത്ത്, ഫിനാൻഷ്യൽ ഗ്രോത്ത്, അതുപോലെ തന്നെ കോടതി സംബന്ധമായ കാര്യങ്ങളിലുള്ള വിജയം, ബിസിനസ് കാര്യങ്ങളിലുള്ള ഒരു വിജയം, അങ്ങനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ആ ഒരു എനർജീസ് എല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു എനർജി പുതിയൊരു റിലേഷൻഷിപ്പോ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു കോർട്ട് രീതിയിലുള്ള ഒരു നീതി ലഭിക്കാനാണെങ്കിൽ അങ്ങനെ ഒരു രീതി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൈവരാനായിട്ട് പോകുന്നു. നിങ്ങളുടെ നഷ്ടപ്പെട്ട കുടുംബം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കാൻ പോകുന്നു. അപ്പൊ ഈ ഒരു എനർജീസ് എല്ലാമാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു ലൈഫ് പർപ്പസിലേക്ക് നിങ്ങൾ എത്തി തുടങ്ങിയപ്പോഴാണ് ഇതിനൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ഒരു സമയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തി ഈ ഒരു കാര്യത്തിലേക്ക് നിങ്ങളെ എത്തിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഒരുപാട് കൂടി പോയല്ലോ എന്നുള്ളതൊക്കെ. പക്ഷെ നമ്മൾ എല്ലാവരും അനുഭവിക്കേണ്ട, നമ്മുടെ ലൈഫിൽ ഫേസ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമ്മളുടെ ആ ഒരു ഇന്നർ സോളിന്റെ പവറിലേക്ക് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിലേക്ക് എത്തണമെങ്കിൽ നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ എല്ലാ വ്യക്തികളും കടന്നു പോകേണ്ടതായിട്ട് വരും. എല്ലാ വ്യക്തികളും എന്ന് പറയുമ്പോൾ 80% ആൾക്കാരും ആ ഒരു ലെവലിലൂടെ കടന്നു പോകേണ്ടവരാണ്. കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരുമുണ്ട്. നമുക്ക് ചുറ്റും നടക്കുന്ന ആളുകളുടെ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ അറിയുമ്പോഴാണ് നമുക്ക് ആ ഒരു കാര്യങ്ങളിലെല്ലാം ക്ലാരിറ്റി ലഭിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ക്ലാരിറ്റി ഇപ്പൊ ചെറുതായിട്ടൊക്കെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ മുന്നിലേക്കുള്ളത് പ്രതീക്ഷകളാണ്. നിങ്ങൾ ഒരു പ്രതീക്ഷകൾ മുന്നിൽ വെച്ചിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. നിങ്ങൾ ആ ഒരു പ്രതീക്ഷയിലേക്ക് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റാർ കാർഡ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷകളെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിന്റെ മുന്നിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു സമയത്ത് എത്താനായിട്ട് പോവുകയാണ്. നിങ്ങൾ ആ ഒരു പീരീഡിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഡെസ്റ്റിനിയിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങളുടെ തൊട്ട് മുന്നിലാണ്. നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. ഹെയറോഫന്റ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇൻഡ്യൂഷൻ അനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുന്നു. കണ്ടോ, നിങ്ങളിലൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് നടക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവാം. കാരണം നിങ്ങൾ ഒരുപാട് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ചക്രാസ് എല്ലാം ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹാർട്ട് ചക്രയിൽ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയത്ത് എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിലേക്ക് വരാറായിട്ടുണ്ട്. പക്ഷെ അത് എപ്പോൾ, എങ്ങനെ, എന്താണ് എന്നുള്ളൊരു ക്ലാരിറ്റി ലഭിക്കുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് വേദനകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് അതിന്റെ ഒരു എന്താ പറയാ ഒരു ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പെട്ടെന്നൊരു സന്തോഷം ചിലപ്പോൾ പല സമയങ്ങളിലായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. നിങ്ങൾ ഒരുപാട് വേദനയിലൂടെ പോകുന്ന അവസരമാണ് എങ്കിൽ പോലും പെട്ടെന്ന് നിങ്ങൾക്കൊരു ചേഞ്ചസ് സംഭവിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെയോ രീതിയിലൊരു സന്തോഷം തോന്നുക. നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുക. അതുപോലെ തന്നെ വൈറ്റ് ബട്ടർഫ്ലൈസ്, യെല്ലോ ബട്ടർഫ്ലൈസ്, അങ്ങനെ ഒരുപാട് ഈ ഒരു പ്രപഞ്ചം നൽകുന്ന ഒരുപാട് നല്ല നല്ല പോയിന്റ്സ്, സൂചനകളൊക്കെ നിങ്ങളുടെ മുന്നിൽ, പോസിറ്റീവ് ആയിട്ടുള്ള സൂചനകളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ എത്തുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു മാറ്റങ്ങൾ സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് വരാനായിട്ട് പോവുകയാണ്. ഇതുവരെ ഇരുട്ടിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ടേക്ക് നിങ്ങൾക്ക് വെളിച്ചം വരാനായിട്ട് പോകുന്നു. ഇനി എന്ത് രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട് എങ്കിൽ പോലും അതിനെയെല്ലാം തന്നെ ഫേസ് ചെയ്തിട്ട് അതിനെയെല്ലാം തന്നെ തോൽപ്പിച്ച് വിജയിക്കണം എന്നൊരു എനർജിയിലാണ് നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നത്. അത്രത്തോളം നിങ്ങൾ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് ഈ ഒരു ടൈമിൽ മാറിയിട്ടുണ്ട്. ഇനി ആർക്കും നിങ്ങളെ തളർത്താനായിട്ട് സാധിക്കില്ല എന്നൊരു എനർജിയാണ്. കാരണം ഇത്രത്തോളം തളർന്ന് നിൽക്കുകയാണല്ലോ. ഇനി ഇതിൽ കൂടുതൽ നിങ്ങളെ തളർത്താനായിട്ട് പറ്റില്ല എന്നൊരു എനർജിയിലാണ് നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് വേണം. നിങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പ്രേ ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇത്രത്തോളം വേദനകൾ സഹിച്ചു വന്നതായതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് ലഭിച്ചേ പറ്റുകയുള്ളൂ എന്നൊരു തോട്ട്സ് നിങ്ങളുടെ ഉള്ളിൽ തോന്നിയതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ജഡ്ജ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൽ പ്രതീക്ഷയുള്ളതായിട്ടും കാണുന്നുണ്ട്. പ്രതീക്ഷ മാത്രമല്ല, തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് ലഭിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അർഹമായ ഒരു ജസ്റ്റിസ് ആൻഡ് ജഡ്ജ്മെന്റ് ലഭിച്ചിട്ട് നിങ്ങളൊരു ഉയർച്ചയിലേക്ക് നടന്നെടുക്കാൻ പോകുന്നു എന്നാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അപ്പൊ നിങ്ങളിൽ കൂടുതൽ വ്യക്തികളും ഈ ഒരു സമയത്ത് divine ആയിട്ട് ഒരുപാട് connected ആയിട്ട് നിൽക്കുന്ന വ്യക്തികളായിട്ട് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഒരുപാട് മനസ്സിൽ ചില സമയത്ത് തോന്നിയിട്ടുണ്ട് എന്തിനാണ് ഞാൻ ദൈവത്തിനോട് ഇത്ര അടുക്കുന്നത്, ഇത്രത്തോളം ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് അതിനുള്ളൊരു ഗുണം ലഭിച്ചിട്ടില്ലല്ലോ എന്ന്. മറ്റു ചില വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചിന്തിക്കുന്നത് എന്തൊക്കെ വന്നാലും ഞാൻ ദൈവത്തിനെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല, എനിക്കിത് വേണം.
എനിക്കിത് എന്തായാലും ലഭിച്ചേ പറ്റുകയുള്ളൂ, കാരണം ഞാൻ നീതിക്ക് അർഹനാണ് എന്നൊരു ചിന്തയുള്ള വ്യക്തികളുണ്ട്. അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഈ ഒരു കാര്യങ്ങൾ അട്രാക്റ്റ് ആകും. ഓക്കെ, നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് എൻ്റെ ലൈഫിൽ എനിക്കെല്ലാം പോയല്ലോ, ഇനി എന്തായാലും എനിക്ക് ലഭിക്കാനായിട്ട് പോകുന്നില്ല, എന്തായാലും എനിക്കത് വരില്ല. അപ്പോൾ നഷ്ടപ്പെട്ട ഒരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ സ്നേഹബന്ധത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നത് അവർ പോയി, അവരിനി എന്തായാലും വരില്ല, ഇങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറയുകയാണ്, നിങ്ങൾക്കത് വരില്ല. ഓക്കെ, കാരണം നിങ്ങളുടെ ആ ഒരു ഇന്നർ മൈൻഡ് പോലും നിങ്ങളോട് പറയുന്നത് അത് വരില്ല എന്നുള്ളതാണ്. നമ്മളുടെ ഈ ഒരു യൂണിവേഴ്സ് നമ്മളുടെ ഒരു ഇന്നർ സോളുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ തോട്ട്സിൽ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ ഉപബോധ മനസ്സ്, നമ്മുടെ അവബോധം എന്താണോ നമ്മളോട് പറയുന്നത്, അതാണ് നമുക്ക് റിയലൈസ് ആകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് പോകുന്നത് ഒരു പരിവർത്തനം, പൂർണ്ണമായിട്ടുള്ള ഒരു പരിവർത്തനത്തിന് ശേഷം, ട്രാൻസ്ഫോർമേഷൻ പീരീഡിന് ശേഷം ഒരു പുതിയ വെളിച്ചമാണ്. നിങ്ങളൊരു സിംഹത്തിനെ പോലെ, അതായത് ഒരു രാജാവിനെ പോലെയാണ് വാഴാനായിട്ട് പോകുന്നത്. അത്രത്തോളം രാജാവിനെ പോലെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൊട്ടാരം ലഭിക്കാൻ പോകുന്നു എന്നല്ല, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് അച്ചീവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ കഠിനമായിട്ടുള്ള പ്രയത്നത്തിന്റെ ഭാഗമായിട്ട്, ഫലമായിട്ട് ഈ ഒരു പ്രപഞ്ചം, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തി നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ്, ഒരുപാട് സന്തോഷം തരാനായിട്ട് പോവുകയാണ്. ലവേഴ്സ് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു പ്രണയം സഫലീകരിക്കാനായിട്ട് പോകുന്നു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺസ് എന്തുമായിക്കൊള്ളട്ടെ, ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുകയാണ്. കാരണം നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ ഒരു ചേഞ്ചസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു ഓറ ഈ ഒരു വ്യക്തിയെ ആകർഷിക്കുന്നുണ്ട്, അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ നെഗറ്റീവ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വരാനായിട്ട് മടിക്കും. അതേസമയം നമ്മൾ പോസിറ്റീവ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റിനുമുള്ള ഒരു ഓറയുണ്ട്, നമുക്ക് എല്ലാവർക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓറയുണ്ട്. ആ ഓറയിൽ നിന്നുള്ള ആ ഒരു വൈബ്രേഷൻ നമുക്ക് ചുറ്റും നിൽക്കുന്ന എല്ലാവരെയും നമ്മളിലേക്ക് ആകർഷിക്കും. അപ്പൊ നിങ്ങൾ ഈ ഒരു സമയത്ത് സെൽഫായിട്ട് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് നിങ്ങൾ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനിയിലേക്ക്, നിങ്ങളുടെ ഒരു ലൈഫ് പർപ്പസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയം ആയതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകുന്നത്. ആ ഒരു ഡിവൈൻ ടൈം നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ വിഷമങ്ങളെല്ലാം തന്നെ മുഴുവനായിട്ട് മാറി മറിഞ്ഞ് 6 ഓഫ് സോഴ്സ് ആണ് നിങ്ങളുടെ ആ ഒരു വിഷമിപ്പിക്കുന്നതായിട്ടുള്ള ആ ഒരു എന്താ പറയാ, അലയടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു തീരത്ത് നിന്നും തീർത്തും സമാധാനപരമായിട്ടുള്ള ഒരു തീരത്തേക്ക് നിങ്ങൾ നടന്നടുക്കുകയാണ്. അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾ അതിന് പൂർണ്ണമായിട്ടും തയ്യാറെടുത്താണ് നിൽക്കുന്നത്. നിങ്ങളുടെ എല്ലാവിധ വേദനകളും നിങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് ഈ ഒരു നമുക്കിവിടെ ഇന്നലെ വന്നപ്പോഴും നമ്മൾ ഈ ഒരു എനർജി ഇവിടെ വന്നിരുന്നു. ഓക്കെ, നമ്മളുടെ ഈ ഒരു ബോക്സിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാവിധ നെഗറ്റീവ് തോട്ട്സും ആണ്. ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ഈ ഒരു കടലിൽ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ തീർത്തും ഒരു ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായ എനർജിയാണ് നിൽക്കുന്നത്. നിങ്ങൾക്കുള്ള ആ ഒരു നെഗറ്റീവ് തോട്ട്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമാണിത്. അപ്പൊ അത് കൂടുതലായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ ഒരു എല്ലാ രീതിയിലുമുള്ള നിങ്ങളുടെ ഒരു കരിയറിന്റെ കാര്യത്തിലായാലും ജീവിതത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഒരുപാട് ഹാപ്പിനെസ്, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. സൺ കാർഡ് വന്നിട്ടുണ്ട്. വളരെ സക്സസ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്കാണ് നിങ്ങൾ പോകുന്നത്. സന്തോഷവും സമൃദ്ധിയും എല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലേക്ക് അട്രാക്ട് ആവുകയാണ്. അതിനു വേണ്ടിയിട്ട് ഈ ഒരു പ്രപഞ്ച ശക്തി നിങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു തലത്തിലേക്ക് നിങ്ങളെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നമുക്ക് ഒറാക്കിൾ കാർഡ്സ് കൂടെ നോക്കാം. അതോടൊപ്പം തന്നെ ഡിവൈനിൽ നിന്നുള്ള ഗൈഡൻസ് എന്താണ് എന്നുള്ളതും കൂടെ നോക്കാം. ലവ്, letting go, abundance, okay, trust എന്നാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് ലവ് ആണ്. അൺകണ്ടീഷണലി ലവിങ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് ഈ ഒരു പ്രപഞ്ച ശക്തി അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ്, സ്നേഹം ഒഴുകി എത്തുകയാണ്, അല്ലെങ്കിൽ കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്ന ഒരു സമയത്ത് ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം ഒഴുകി എത്താനായിട്ട് പോകുന്നു. അതിന് വേണ്ടിയിട്ട്, അതിനെ റിസീവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ.
അതുപോലെ തന്നെ ലെറ്റിംഗ് ഗോ വന്നിട്ടുണ്ട്. ഡെത്ത് കാർഡ് ആണ്. ഡെത്ത് കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡിങ് ആണ്. അതോടൊപ്പം തന്നെ ട്രാൻസ്ഫോർമേഷൻ ആണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടാത്ത കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, നെഗറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുകയാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്നെല്ലാം തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ടും ലെറ്റിംഗ് ഗോ, നിങ്ങൾ അത് വിട്ടിട്ട് പോവുക. കാരണം നിങ്ങളുടേത് ഒരു ട്രാൻസ്ഫോർമേഷൻ ടൈം ആണ്. നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഡെത്ത് കാർഡ് ആണ്. അതായത് ഡെത്ത് ആൻഡ് റീബർത്ത് പോലെ നിങ്ങൾക്ക് ഒരു പുനർജന്മമാണ് ഇനിയുള്ളത്. അപ്പൊ ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സിനെ എല്ലാം തന്നെ നിങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല. യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളിൽ നിന്ന് മാറ്റുന്ന കാര്യങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ നിങ്ങൾ കൂടെ തയ്യാറാകുക എന്നാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ തയ്യാറാകുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അബണ്ടൻസ് കടന്നു വരുന്നത്. ഓക്കെ, അബണ്ടൻസ്, സന്തോഷവും സമൃദ്ധിയും. ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്നത് ലവ് ആണെങ്കിൽ ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്നത് ഫിനാൻഷ്യൽ ഗ്രോത്ത് ആണ്. നമ്മൾ ഓൾറെഡി എടുത്തപ്പോഴേ ആദ്യമേ നമ്മൾ പറഞ്ഞിരുന്നു, നമുക്ക് ജസ്റ്റിസ് ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രണയം, സ്നേഹം, കുടുംബജീവിതം, അതുപോലെ കോടതി കേസുകൾ, ഫിനാൻഷ്യൽ ഗ്രോത്ത് എല്ലാമാണെന്ന്. അപ്പം നമുക്ക് ഇവിടെ ഒറാക്കിൾ കാർഡിലും വന്നിരിക്കുന്ന അതേ മീനിങ് തന്നെയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് കടന്നു വരാൻ വേണ്ടി പോകുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഗ്രോത്ത് വരാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് സമ്പത്ത് കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് തിരിച്ചെത്താനായിട്ട് പോകുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കഠിന പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് അബണ്ടൻസ് കടന്നു വരുന്നു. നിങ്ങൾക്ക് അർഹമായ രീതിയിലുള്ള ആ ഒരു സമ്പത്തെല്ലാം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുകയാണ്. ട്രസ്റ്റ് ആണ്, ഡിവൈൻ ടൈം ആണ്. നിങ്ങൾ ഈ ഒരു സമയത്ത് വിശ്വസിക്കൂ എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. കാരണം നിങ്ങളുടെ ഒരു കറക്റ്റ് ഡിവൈൻ ടൈം ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാനായിട്ട് പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് തയ്യാറാവുക. നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സിനെ എല്ലാം തന്നെ നിങ്ങൾ റിലീസ് ചെയ്ത് നിങ്ങളിൽ നിന്ന് വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഈ ഒരു പ്രപഞ്ച ശക്തിയെ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പോസിറ്റീവ് ആയിട്ടുള്ള എനർജീസ് എല്ലാം നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജീസ്, ക്ലൂസ് എല്ലാം തന്നെ നിങ്ങളുമായിട്ട് മാച്ചിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളിലേക്ക് ഈ ഒരു നെഗറ്റീവ് തോട്ട്സിനെ എല്ലാം കളഞ്ഞിട്ട് അതിൽ നിന്നും മൂവ് ഓൺ ആയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണെന്നൊരു തോട്ട്സ് നിങ്ങൾ ഉറപ്പിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലെയിം ചെയ്ത് കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഡിവൈനിൽ നിന്ന് ഈ ഒരു സമയത്ത് നിങ്ങൾക്കായിട്ടുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ലുക്ക് ഫോർ എ സൈൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ മുന്നിലേക്ക്, നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഒരു ഡിവൈൻ ടൈം ആയി എന്നുള്ളതിന്റെ ഒരു സൈൻ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ തന്നെ കാണുന്നതാണ്. ആ ഒരു കാണുന്ന സൈൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾക്ക് ഏഞ്ചൽ നമ്പേഴ്സ് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം. പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ബട്ടർഫ്ലൈസ്, അതുപോലെയുള്ള ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ഈ ഒരു പ്രപഞ്ചം നൽകുന്ന സൂചനകളെല്ലാം നിങ്ങളുടെ കൺമുന്നിൽ ഈ ഒരു സമയത്ത് എത്തുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല, നിരന്തരമായിട്ട് നിങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചുകൊള്ളൂ, നിങ്ങളിലേക്ക് മാറ്റങ്ങൾ വരികയാണ്. നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് വരാനായിട്ട് പോവുകയാണ്. ഹെൽപ്ഫുൾ പീപ്പിൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ സഹായിക്കാനായിട്ട് യാദൃശ്ചികമായിട്ട് ഒരുപാട് ആളുകൾ വരുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു സഹായം ആവശ്യമായിട്ടുള്ള ഒരു സമയം വരികയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ആ ഒരു സക്സസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഒത്തിരി ആളുകളുടെ സഹായം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് കാണിച്ചിരിക്കുന്നത്. പീസ്ഫുൾ റെസൊല്യൂഷൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു പരിഹാരമാണ് വരുന്നത്. നിങ്ങളുടെ ലൈഫിന്റെ എല്ലാവിധ ബ്ലോക്കേജസും നീങ്ങിയിട്ട് ഒരു ഹാപ്പിനെസ് കടന്നു വരാനായിട്ട് പോകുന്നു. ഓപ്പർച്യൂണിറ്റി ആണ്. പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനായിട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങൾ ഇതിനെല്ലാം തന്നെ തയ്യാറെടുത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പൊ ഈ ഒരു റീഡിംഗ്, അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, ക്ലൂസ്, ഇതെല്ലാം തന്നെ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആക്കുക. ഫോഴ്സ്ഫുള്ളി നിങ്ങൾ ഇത് റെസനേറ്റ് ചെയ്യിക്കരുത്. നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്നത്, അതുപോലെ നിങ്ങളുടെ ലൈഫുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മാച്ച് ആകുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ക്ലെയിം ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിലൂടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും ഒരു നല്ല റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.